Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഓട്ടോ ഡെസ്ക് 3ds മാത്സിലെ നാവിഗേഷൻ ടൂൾസിനെ കുറിച്ചിട്ടാണ്. നാവിഗേഷൻ ടൂൾസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ പോർഷനിലാണ്. നമുക്ക് മൗസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യുക. മൗസിൻ്റെ സെൻറ്ററിൽ സ്ക്രോൾ ചെയ്യുന്ന ബട്ടൺ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക, ഇൻസൈഡ് ഔട്ട്സൈഡ്. അതിനായിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. ഇവിടെ ഞാൻ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ബോക്സിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ജസ്റ്റ് എസ്കേപ്പ് പ്രസ് ചെയ്തു. അതായത് ആ ബോക്സ് ടൂളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ എസ്കേപ്പ് കീ പ്രസ് ചെയ്തു. ഇനി സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ സൂം ഇൻ സൂം ഔട്ട് മൗസിന്റെ സെൻറ്റർ സ്ക്രോൾ ബട്ടൺ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. ഇനി പാൻ ചെയ്യണമെങ്കിൽ മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് കണ്ട ഒരു പേപ്പർ നമ്മൾ നീക്കില്ലേ, അതേപോലെയാണ്. ഇങ്ങനെയാണ് പാൻ ചെയ്യുക. മൗസിന്റെ സെൻറ്റർ സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് പാൻ ചെയ്യുക. എങ്ങനെ വെച്ചാൽ മൗസിന്റെ സെൻറ്ററിലെ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓൾട്ട് കീ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓർബിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് മൗസായിട്ട് നമുക്ക് ഓർബിറ്റ് ചെയ്യാൻ പറ്റും. അതായത് മൗസിന്റെ സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്യുക, അതിനോടൊപ്പം ഓൾട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓർബിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതേ ടൂൾസ് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. സൂമിന്റെ ഷോർട്ട് കീ ഓൾട്ട് സെഡ് ആണ്. ജസ്റ്റ് ഓൾട്ട് സെഡ് പ്രസ് ചെയ്യുക. എവിടേക്കാണോ സൂം ചെയ്യേണ്ടത് ആ പോർഷനിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സൂം ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഈ ഒരു വ്യൂ പോർട്ട് മാത്രമാണ് സൂം ആവുന്നത്. അതായത് ഈ വ്യൂ പോർട്ട് പറഞ്ഞാൽ പേഴ്സ്പെക്റ്റീവ്. ഈ കണ്ട സൂം ചെയ്യുമ്പോൾ കണ്ട ഈ ഒരു വ്യൂ പോർട്ട് മാത്രം സൂമിനും സൂം ഔട്ടും ആവും. നമുക്ക് അറ്റ് എ ടൈം 4 വ്യൂ പോർട്ടും സൂമിനും സൂം ഔട്ടും ചെയ്യണമെങ്കിൽ സൂം ഓൾ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കണ്ട ആ സൂം ഓളിന്റെ പ്രസ് ചെയ്തപ്പോൾ ഒരു 4 റെക്ടാങ്കിൾ ഉള്ള ഒരു സൂം ബോക്സ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ടൂളായിട്ട്. ഇനി സൂമിനും സൂം ഔട്ട് ചെയ്യുമ്പോൾ കണ്ട 4 വ്യൂ പോർട്ടും അറ്റ് എ ടൈം നമുക്ക് സൂമിനും സൂം ഔട്ടും ചെയ്യാം. ഞാൻ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ജസ്റ്റ് എസ്കേപ്പ് പ്രസ് ചെയ്യുക. നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ സൈഡിലേക്ക് പോയി നമ്മൾ വരച്ച ലൊക്കേഷൻ അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് സെറ്റ് പ്രസ് ചെയ്യുക. സെറ്റ് പ്രസ് ചെയ്താൽ ആ വ്യൂ പോർട്ടിൽ നമുക്കത് കിട്ടും. ഈ വ്യൂ പോർട്ടിൽ നിന്ന് നമുക്ക് ഈ ഒരു വ്യൂ പോർട്ട് മാത്രം നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടോഗിൾ ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ഓൾട്ട് പ്ലസ് ഡബ്ല്യു. ഷോർട്ട് കീ ഓൾട്ട് പ്ലസ് ഡബ്ല്യു ജസ്റ്റ് പ്രസ് ചെയ്താൽ ഈ ഒരു വ്യൂ പോർട്ട് മാത്രം നമുക്ക് വർക്ക് ചെയ്യാൻ തരത്തിൽ കിട്ടും. നമ്മൾ മുന്നേ ചെയ്ത അതേ വ്യൂ പോർട്ടിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് അതേ കീ ഓൾട്ട് പ്ലസ് ഡബ്ല്യു ജസ്റ്റ് പ്രസ് ചെയ്യുക, ഷോർട്ട് കീ. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത അതിലേക്ക് പോകും. പിന്നെ നമുക്ക് ഈ ഒരു വ്യൂ പോർട്ട് എഡിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ പറ്റും. എഡിറ്റ് ചെയ്യണമെങ്കിൽ കണ്ട നമുക്ക് ആവശ്യാനുസരണം വ്യൂ പോർട്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 2 വ്യൂ പോർട്ട് ചെറിയ സൈസും ഈ രണ്ടും വലിയ സൈസായി നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റും. അതിനുശേഷം പഴയ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീസെറ്റ് ലേ ഔട്ട് കൊടുക്കുക. പിന്നെ നമുക്കുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ് സൂം എക്സ്റ്റെൻസ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ഫിയർ വരയ്ക്കുകയാണ്. പിന്നെ ഒരു ടീ പോട്ട് വരച്ചു. ഒരു സിലിണ്ടറും വരച്ചു. ഇനി ടൂളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ എസ്കേപ്പ് പ്രസ് ചെയ്തു. ഞാനിപ്പോൾ ഈ ഒരു 2 ബോക്സ് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. ഇപ്പൊ ഈ രണ്ടല്ല, ഈ ഒരു ബോക്സ് മാത്രം നമുക്ക് കാണുന്നുള്ളൂ. നമുക്ക് ഈ വ്യൂ പോർട്ടിൽ എന്തൊക്കെയാണുള്ളത് അത് മൊത്തമായിട്ട് കാണണമെങ്കിൽ ഇവിടെ കണ്ട ടൂള് സൂം എക്സ്റ്റെൻസ്. എന്തൊക്കെയാണോ നമ്മൾ ഈ വ്യൂ പോർട്ടിൽ വരച്ചിട്ടുള്ളത് അതൊക്കെ കാണാൻ പറ്റും. അതായത് നമ്മൾ 4 ഒബ്ജക്റ്റ് ആണ് വരച്ചിട്ടുള്ളത്. ആ 4 ഒബ്ജക്റ്റ് ഉൾക്കൊള്ളുന്ന തരത്തിൽ ആ വ്യൂ പോർട്ടിൽ എക്സ്റ്റെൻഡ് ആയിട്ട് മൊത്തമായിട്ട് കാണിക്കും. അപ്പൊ നമ്മൾ വീണ്ടും സൂം ചെയ്ത് ഇപ്പോൾ 2 ഒബ്ജക്റ്റ് ആണ്, ജസ്റ്റ് വീണ്ടും സൂം എക്സ്റ്റെൻഡ് അടിച്ചു കൊടുത്താൽ വീണ്ടും കിട്ടും. പക്ഷെ നമ്മൾ സൂം എക്സ്റ്റെൻഡ് അടിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു വ്യൂ പോർട്ടിൽ മാത്രമാണ് നമുക്ക് എക്സ്റ്റെൻഡ് ആവുന്നത്. നമുക്ക് 4 വ്യൂ പോർട്ടിലും വരച്ചത് മൊത്തം അറ്റ് എ ടൈം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ സൂം എക്സ്റ്റെൻസ് ഓൾ കണ്ട 4 വ്യൂ പോർട്ടിലും അറ്റ് എ ടൈമിൽ നമ്മൾ എന്തൊക്കെയാണോ വരച്ചിട്ടുള്ളത് അതെല്ലാം കാണാൻ പറ്റും. ഇനി നമ്മൾ വ്യൂ പോർട്ടിൽ നമ്മൾ വരച്ച ഒബ്ജക്റ്റുകൾ മാത്രം വരച്ചല്ല സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകൾ മാത്രം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ കണ്ട ഈ ഒരു 2 ഒബ്ജക്റ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. കണ്ട 1 കൺട്രോൾ കീ 2 1 2 4 വ്യൂ പോർട്ടിലും സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകൾ കാണാം. 1 2 1 2 1 2. ഈ 4 ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തത് മാത്രം നമുക്ക് കാണണമെങ്കിൽ ഇവിടെ കണ്ട ഇവിടെ മൗസ് നിന്ന് ലെഫ്റ്റ് കീ പ്രസ് ചെയ്ത് അമർത്തി പിടിക്കുക. അതിനുശേഷം കണ്ട രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന്റെ ഓപ്ഷന്റെ പേര് പറഞ്ഞാൽ സൂം എക്സ്റ്റെൻസ് സെലക്റ്റഡ്. എന്തൊക്കെ ഒബ്ജക്റ്റുകളാണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുക. അത് ഇവിടെയും ചെയ്യാൻ പറ്റും. അവിടെയും പ്രസ് ചെയ്ത് കൊടുക്കുക, ഓപ്ഷൻ കൊടുക്കുക. കണ്ടോ, അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകൾ മാത്രമാണ് ഇതിൽ
എക്സ്റ്റെൻഡ് ആയിട്ട് കാണിക്കുന്നത്. ഇനി വേറെ രീതിയിൽ പറയണമെങ്കിൽ ഞാനൊരു ബോക്സ് കൂടി ഇവിടെ വരച്ചു. എസ്കേപ്പ് ചെയ്തു. ഈ രണ്ട് ടൂൾസ് മാത്രം ഞാൻ സെലക്ട് ചെയ്തു. ഈ രണ്ട് ടൂൾ മാത്രമാണ് ബാക്കിയുള്ള വ്യൂ പോർട്ടിലും കാണേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് സൂം എക്സ്റ്റെൻസ് ഓൾ സെലക്റ്റഡ് എന്ന് കൊടുക്കുക. കണ്ടോ, ഈ രണ്ട് ഒബ്ജക്റ്റ് ആണ് ഇവിടെയും കാണുന്നത്, ഈ രണ്ട് ഒബ്ജക്റ്റ് ആണ് ഇവിടെയും കാണുന്നത് ടോപ്പ് വ്യൂ. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകൾ മാത്രം 4 വ്യൂ പോർട്ടിലും എക്സ്റ്റെൻഡ് തരത്തിൽ കാണിച്ചു. കണ്ടോ, അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു വരച്ച ഈ വ്യൂ പോർട്ടിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് മാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഇത് പ്രസ് ചെയ്യും. കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്ത ആ ഒബ്ജക്റ്റ് മാത്രം, അതായത് ഈ വ്യൂ പോർട്ടിൽ മാത്രം കാണിച്ചു. അതിനാണ് ഈ 4 ഓപ്ഷൻസ് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടെ ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. ഫീൽഡ് ഓഫ് വ്യൂ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കണ്ടോ, അതും സൂം ഇനും സൂം ഔട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മൗസ് ആയിട്ട് സൂം ഇനും സൂം ഔട്ടും ചെയ്യുന്ന പോലെ അല്ല. മൗസ് ആയിട്ട് സൂം ഇനും സൂം ഔട്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഓരോ തവണ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴോ ഓരോ പെർട്ടിക്കുലർ എമൗണ്ട് വെച്ചിട്ടാണ് സൂം ഇനും സൂം ഔട്ടും ചെയ്യുന്നത്. കണ്ടോ, ഓരോ തവണ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് വെച്ചിട്ട് ആ എമൗണ്ട് വെച്ചിട്ടാണ് സൂം ഇനും സൂം ഔട്ട് ആവുന്നത്. പക്ഷെ ഫീൽഡ് ഓഫ് വ്യൂല് കണ്ടോ, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ സൂം ഇനും സൂം ഔട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നും, അതേപോലെ സൂം ഇനും സൂം ഔട്ട് പോലെ നമുക്ക് ഇങ്ങനെ വല്ലാണ്ട് സൂം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് ഫീൽഡ് ഓഫ് വ്യൂ. ഫീൽഡ് ഓഫ് വ്യൂവിൽ തന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മൗസ് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നിങ്ങൾക്ക് നോക്കാം. ഇതിന്റെ ഓപ്ഷൻ പറഞ്ഞാൽ സൂം റീജിയൻ ആണ്. സൂം റീജിയൻ പറഞ്ഞാൽ ഈ ഒരു രണ്ട് ഏരിയ, അതായത് ഈ ഒരു പോർഷൻ മാത്രം കിട്ടണമെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം സൂം ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ ഏരിയ നമുക്ക് സൂം ചെയ്യണമെങ്കിൽ, അതായത് ഈ ഒരു സ്പിയറിന്റെ ഈ ഒരു പകുതി പോർഷൻ, ഈ ഒരു ഹാഫ് പോർഷൻ മാത്രം നമുക്ക് സൂം ചെയ്യണമെങ്കിൽ കൊടുത്താൽ മതി. ഇത് സൂം റീജിയൻ. അപ്പൊ ആ ഒരു പോർഷൻ കിട്ടും. നമുക്കിപ്പോ ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയ മാത്രം കിട്ടിയാൽ മതി. വേണ്ട, അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ ആ ഡ്രാഗ് ചെയ്ത ഏരിയ മാത്രം, അതായത് കംപ്ലീറ്റ് ഒബ്ജക്റ്റ് വേണമെന്ന് പോലും ഇല്ല. നമ്മൾ ആ റെക്ടാംഗിൾ ബോക്സിന്റെ അകത്ത് ഏത് പോർഷൻ ആണ് ഉള്ളത് അത് മാത്രം നമുക്ക് സൂം ചെയ്യണമെങ്കിൽ ഓപ്ഷൻ യൂസ് ചെയ്യാം. പിന്നെയുള്ള ഓപ്ഷനാണ് വാക്ക് ത്രൂ. വാക്ക് ത്രൂവിൽ തന്നെ 2-3 ഓപ്ഷൻ ഉണ്ട്. ഈ 3 ഓപ്ഷൻ അവൈലബിൾ ആവുന്നത് ഈ പെർസ്പെക്റ്റീവ് വ്യൂവിൽ മാത്രമാണ്. വേറെ വല്ല വ്യൂ ആണ് വിചാരിക്കുക. എസ്കേപ്പ് ചെയ്തു, ഈ വ്യൂ കൊടുത്തു, ടോപ്പ് വ്യൂവിൽ നമുക്ക് 3 ഓപ്ഷൻസ് അവൈലബിൾ ആകില്ല. ആകെ പാൻ ചെയ്യാനുള്ള മാത്രം ഓപ്ഷൻ അല്ല. പെർസ്പെക്റ്റീവ് വ്യൂ ആകുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. അത് 3Dയിലാണ് മറ്റ് 2 ഓപ്ഷൻസിൽ അവൈലബിൾ ആവുക. പാൻ ചെയ്യാനുള്ളത് ജസ്റ്റ് പാൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പാൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് പിടിച്ചാൽ മതി. അതായത് നമ്മൾ ഓൾറെഡി ആ ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ടൂൾ സെലക്ട് ചെയ്തിട്ടില്ല, സെലക്ട് കളഞ്ഞു. സെലക്ട് കളയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് കൊടുത്താൽ മതി. ഇനി നമുക്ക് മൗസ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൗസിന്റെ സെന്ററിലത്തെ സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് പോകില്ല. നമ്മൾ മൗസ് കീ വെച്ചിട്ടാണ് പാൻ ചെയ്യുക, അതിന്റെ ഒപ്പം ഓൾട്ട് നിൽക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്യുക, ഓർബിറ്റ് ചെയ്യുക, പിന്നെ സൂം ഇൻ ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക. നമ്മൾ വല്ല ഒബ്ജക്റ്റ് വരച്ചിട്ട് നമുക്ക് മിസ്സിംഗ് ആയ ജസ്റ്റ് സെറ്റ് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ വാട്ട ഒബ്ജക്റ്റ് നമ്മൾ ഈ വ്യൂ പോർട്ടിൽ വരച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് വിസിബിൾ ആവും. നമ്മൾ വരച്ചത് നമ്മൾ വേറെ വല്ല സൈഡിലേക്ക് പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്തതിനു ശേഷം നമ്മൾ വരച്ച ഏരിയ കിട്ടണമെങ്കിൽ ജസ്റ്റ് സെറ്റ് പ്രസ് ചെയ്യുക ആ വ്യൂ പോർട്ടിൽ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. പിന്നെ നമുക്ക് ഓർബിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓർബിറ്റിൽ തന്നെ ജസ്റ്റ് പ്രസ് ചെയ്താൽ 3-4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓർബിറ്റിലെ ആക്സിസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ ഓർബിറ്റ് ചെയ്യുക, കണ്ട ഓർബിറ്റ്. അതേപോലെ ഈ ആക്സിസിൽ നമുക്ക് ഓർബിറ്റ് ചെയ്യണമെങ്കിൽ കണ്ട ഒരു പെർട്ടിക്കുലർ പോയിന്റിന് വെച്ചിട്ട് ഓർബിറ്റ് ചെയ്യുന്ന കണ്ടോ, അങ്ങനെ കറങ്ങണ പോലെ. ഇത്ര ഓർബിറ്റായി. ഇനി വീണ്ടും ഓർബിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഓർബിറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. അതിന് പകരം നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ ഓൾട്ട് കീ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ജസ്റ്റ് എസ്കേപ്പ് കൊടുക്കുക, ഓൾട്ട് കീ വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം എങ്ങനെയാണോ വ്യൂ വേണ്ടത് ചെയ്യും. അതിന്റെ ഒപ്പം സൂമിന് സൂം ഔട്ട് ചെയ്യും. പിന്നെ ടോഗിൾ ചെയ്യാനുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജസ്റ്റ് ഒരു വ്യൂ പോർട്ട് ടോഗിൾ ചെയ്യണമെങ്കിൽ Alt W കൊടുക്കുക. വീണ്ടും പഴയ വ്യൂ പോർട്ടിലേക്ക് വേണമെങ്കിൽ വീണ്ടും Alt W കൊടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ നമുക്കുള്ളത് ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്ലസ് കൊടുക്കുക. പ്ലസ് എന്ന് പറഞ്ഞാൽ ഷോ ഗ്രിഡ്സ്. അതായത് നമുക്ക് ഓരോ വ്യൂ പോർട്ടിലും ഗ്രിഡ്സ് അവൈലബിൾ ആണ്. 2 ആക്സിസുകൾ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അലൈൻസ് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ആ വ്യൂ പോർട്ടിൽ ജസ്റ്റ് G പ്രസ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ G ഓൺ ചെയ്യുക.
ഇപ്പൊ നമ്മളുള്ളത് ഡീഫോൾട്ട് ഷെയ്ഡിങ്ങിലാണ്. ആ ഡീഫോൾട്ട് ഷെയ്ഡിങ് നമുക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് F3 പ്രസ് ചെയ്തു. F3 പ്രസ് ചെയ്തപ്പോൾ വയർ ഫ്രെയിം ആയി. അതായത് വയർ ഫ്രെയിമിന്റെ ഷോർട്ട് കീ ആണ് F3. ഇനി എഡ്ജ്ഡ് ഫേസ് വേണമെങ്കിൽ നമുക്ക് F4 നിൽക്കിയാൽ മതി. വയർ ഫ്രെയിമിൽ നിന്ന് നമുക്ക് നേരത്തെ എഡ്ജ്ഡ് ഫേസിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ വയർ ഫ്രെയിമിൽ നിന്ന് എഡ്ജ്ഡ് ഫേസിലേക്ക് ആദ്യക്ക് പോകണമെങ്കിൽ ആദ്യക്ക് ഒരു F3 നിൽക്കുക. അപ്പൊ F3 നിൽക്കുമ്പോൾ ഡീഫോൾട്ട് ഷെയ്ഡിങ് ആയി. ഡീഫോൾട്ട് ഷെയ്ഡിങ് നമുക്ക് എഡ്ജ്ഡ് ഫേസിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് F4 പ്രസ് ചെയ്യുക. F4 പ്രസ് ചെയ്തതിനു ശേഷം വീണ്ടും F4 പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡീഫോൾട്ട് ഷെയ്ഡിങ് തന്നെയാവും. അതായത് എഡ്ജ്ഡ് ഫേസിൽ നിന്ന് ഡീഫോൾട്ട് ഷെയ്ഡിങ് ആയി. ഡീഫോൾട്ട് ഷെയ്ഡിങ് നിന്ന് വയർ ഫ്രെയിമിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് F3 പ്രസ് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് വയർ ഫ്രെയിമിൽ നിന്ന് ഡീഫോൾട്ട് ഷെയ്ഡിങ്ങും എഡ്ജ്ഡ് ഫേസിലേക്കും പോകുന്നത്. ഇനി സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡേർഡിലാണ്. അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ വയർ ഫ്രെയിം മാറ്റി ഡീഫോൾട്ട് ഷെയ്ഡിങ് ആക്കി. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പെർഫോമൻസ്, അതായത് 3ds Max കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് നല്ല പെർഫോമൻസ് വൈസ് നല്ല രീതിയിൽ വർക്ക് ആവണമെങ്കിൽ ജസ്റ്റ് പെർഫോമൻസ് ഓൺ ആക്കി കൊടുക്കുക. കണ്ടാ നമുക്ക് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാത്തതിന് കളർ ഏതാണ്ട് സെയിം പോലെ ആയിരിക്കും. നമുക്ക് പെർഫോമൻസ് മാറ്റി ഹൈ ക്വാളിറ്റി കൊടുത്തു. ഹൈ ക്വാളിറ്റി ആകുമ്പോൾ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ ടെക്സ്ചറും നല്ല ഡീറ്റെയിൽ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. കാരണം ഈ ഒബ്ജക്റ്റിലാണ് കണ്ട അവിടെയൊക്കെ ഹോളോ അല്ലാതും നല്ല ഡീറ്റെയിൽ ആയിട്ടാണ്. പക്ഷെ സ്റ്റാൻഡേർഡ് ഇട്ട് കൊടുക്കുമ്പോൾ കണ്ട ഇവിടുത്തെ ഈ ഡീറ്റെയിൽസിംഗ് ഒക്കെ പോയി, ഈ ഏരിയത്തെ ഡീറ്റെയിലിംഗും പോയി. അപ്പൊ നമ്മൾ പെർഫോമൻസ് വൈസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാൻഡേർഡ് മാറ്റി പെർഫോമൻസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വ്യൂ മാറ്റണമെങ്കിൽ പെർസ്പെക്റ്റീവ് വ്യൂ, ഓർത്തോഗ്രാഫിക്, ടോപ്പ്, ബോട്ടം, പെർസ്പെക്റ്റീവിന്റെ ഓരോന്നിന്റെ ഷോർട്ട് കീ ഉണ്ട്. അതായത് പെർസ്പെക്റ്റീവിന് P, ഓർത്തോഗ്രാഫിന് U. അപ്പൊ ആ വ്യൂസ് നമുക്ക് നോക്കി പഠിക്കാം. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ട് വ്യൂ ഇടണമെങ്കിൽ ജസ്റ്റ് F പ്രസ് ചെയ്താൽ മതി. ടോപ്പ് വ്യൂവിന് ജസ്റ്റ് T, പെർസ്പെക്റ്റീവിന് ജസ്റ്റ് P. അങ്ങനെ നമുക്ക് സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് അത് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് പെർസ്പെക്റ്റീവ് എടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന വല്ല വ്യൂ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ആക്റ്റീവ് പെർസ്പെക്റ്റീവ് വ്യൂ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വ്യൂ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ വ്യൂ സെലക്ട് ചെയ്തതിനു ശേഷം പെർസ്പെക്റ്റീവിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്തത്, അതായത് നേരത്തെ സേവ് ചെയ്ത പെർസ്പെക്റ്റീവ് അത് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുക. പെർസ്പെക്റ്റീവ് റീസ്റ്റോർ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് കണ്ട ഇവിടെയാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഈ വ്യൂ പോർട്ടിനാണ് നമ്മൾ സേവ് ചെയ്തത്, ഇത് പെർസ്പെക്റ്റീവ് വ്യൂ. അതുകൊണ്ടാണ് ഇവിടെ അതേപോലെ കാണിക്കുന്നത്. നമ്മൾ ഇത് മാറ്റിയിട്ട് ഇപ്പോൾ ഈ വ്യൂ ആണ് പെർസ്പെക്റ്റീവ്, സേവ് ആക്റ്റീവ് പെർസ്പെക്റ്റീവ് വ്യൂ. ഈ വ്യൂ ആണ് നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ളത് ചെയ്തത്. ഇങ്ങനെ നമ്മൾ വേറെ രീതിയിലൊക്കെ വരച്ചിട്ട് നമുക്ക് ഈ വ്യൂ പോർട്ടിലും അതേ വ്യൂ പെട്ടെന്ന് കിട്ടണമെങ്കിൽ പെർസ്പെക്റ്റീവിൽ റീസ്റ്റോർ ആക്റ്റീവ് പെർസ്പെക്റ്റീവ് കൊടുത്താൽ നമ്മൾ ഈ വരച്ചത് തന്നെ ഇവിടേക്കും കിട്ടും. അതിനാണ് ആ ഓപ്ഷൻസ് യൂസ് ചെയ്യുക. പിന്നെ എക്സ്റ്റെൻഡ് വ്യൂ പോർട്ട്സിൽ തന്നെ ഗ്രിഡിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കി ഗ്രിഡുള്ള ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, ടോപ്പ് വ്യൂ അങ്ങനെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇവിടെ പോയിട്ട് നിൽക്കുക. ഗ്രിഡും വരും, ആ വ്യൂവും മാറും. പിന്നെ വയർ ഫ്രെയിമിൽ തന്നെ ഫേസ് ലൈറ്റ്സ് എന്താണ്, ഞാൻ ഈ ഒരു വ്യൂ വലുതാക്കണം. ഡീഫോൾട്ട് ഷെയ്ഡിങ്ങിൽ ഫ്ലാറ്റ് കളർ ഉണ്ട്, അതായത് എല്ലാ ഒബ്ജക്റ്റും ഒക്കെ സെയിം കളറായിട്ട് കാണിക്കുന്നത്. പിന്നെ ഏതാ ക്ലേയിഷ് കളറായിട്ട്. പിന്നെ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ക്ലേ മോഡ്, സ്റ്റൈൽസിൽ തന്നെ ഗ്രാഫൈറ്റ് ഉണ്ട്. പണ്ട് നമ്മൾ പെൻസിലായിട്ടൊക്കെ വരയ്ക്കുന്ന പോലെ കളർ പെൻസിൽ, അതേപോലെ തന്നെ ലിങ്ക്, അതായത് ഒരു ലിങ്ക് ആയിട്ട് വരച്ച പോലെ. പിന്നെ കളർ ലിങ്ക്, അക്രൈലിക്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കൊടുത്ത് നോക്കാവുന്നതാണ്. നമുക്ക് പഴയ ഡീഫോൾട്ട് ഷെയ്ഡിംഗ് ആണ് കൊടുത്തു. അതിനുശേഷം നമുക്ക് വ്യൂ പോർട്ട് ബാക്ക്ഗ്രൗണ്ടിന് കളർ, ഇപ്പൊ ഗ്രേഡിയന്റ് കളറാണ്, നമുക്ക് സെയിം കളർ എല്ലായിടത്തും കൊടുക്കണമെങ്കിൽ സോൾഡ് കളർ. ഈ കളർ മാറി സോൾഡ് കളറായി. നമുക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് വ്യൂ പോർട്ട് ബാക്ക്ഗ്രൗണ്ട് പോവുക, ഏത് കളറാണോ വേണ്ടത്. ഗ്രേഡിയന്റ് ആണെങ്കിൽ ഗ്രേഡിയന്റ് കൊടുക്കുക, സോൾഡ് കളർ ആണെങ്കിൽ സോൾഡ് കളർ കൊടുക്കുക. അത്രേ ഉള്ളൂ അവിടെ. ഇനി ഈ വ്യൂവിൽ നിന്ന് പഴയ വ്യൂവിലേക്ക് പോവാം. ഓൾട്ട് ഡബ്ല്യു സിംഗിൾ വ്യൂ ആക്കാൻ യൂസ് ചെയ്യും. ഗ്രിഡ് ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കാൻ G പ്രസ് ചെയ്താൽ മതി. ഓൾട്ടിന്റെ ഒപ്പം മൗസ് സ്ക്രോൾ ബട്ടൺ ചെയ്താൽ ഓർബിറ്റ് ചെയ്യാൻ പറ്റും. വയർ ഫ്രെയിം ഓപ്പൺ ആക്കണമെങ്കിൽ F3, എഡ്ജ്ഡ് ഫേസ് ഓപ്പൺ ആക്കണമെങ്കിൽ F4 യൂസ് ചെയ്യുക. സൂം ചെയ്യണമെങ്കിൽ Z യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ഷോർട്ട് കീസ്. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം.
നമുക്ക് വ്യൂ ക്യൂബ് ഉണ്ട്. വ്യൂ ക്യൂബും വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, കണ്ട ഈ ആരോ യൂസ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഈ വ്യൂ ക്യൂബ് ഇവിടെ മിസ്സിംഗ് ആണെങ്കിൽ ജസ്റ്റ് പ്ലസ് പ്രസ് ചെയ്യുക. അതിനുശേഷം വ്യൂ ക്യൂബിൽ ഷോ ദി വ്യൂ ക്യൂബ്, ഓൾട്ട് കൺട്രോൾ വി ആണ് ഷോർട്ട് കീ. ഇത് ഓൾറെഡി വിസിബിൾ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ടിക്ക് അല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ ടിക്ക് ഓഫ് ചെയ്യുക. ഇത് വീണ്ടും കിട്ടണമെങ്കിൽ പ്ലസ് ചെയ്യുക, വ്യൂ ക്യൂബ്, ഷോ ദി വ്യൂ ക്യൂബ് കൊടുക്കുക. അല്ലെങ്കിൽ വ്യൂസിൽ വ്യൂ ക്യൂബ്, ഷോ ദി വ്യൂ ക്യൂബ്, ഇങ്ങനെ നമുക്ക് കൊടുക്കാവുന്ന. ഇനി സ്റ്റിയറിംഗ് വീൽസ് മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് വീൽസ് പ്ലസ് ഐക്കൺ കൊടുക്കുക. സ്റ്റിയറിംഗ് വീൽസ്, ടോഗിൾ സ്റ്റിയറിംഗ് വീൽസ് കൊടുക്കുക. ടോഗിൾ സ്റ്റിയറിംഗ് വീൽസ് പറഞ്ഞാൽ നമുക്ക് സൂമിനും ഇവിടെ കണ്ട സൂമിന്റെ ഓപ്ഷൻ വരുമ്പോൾ സൂമിന് സൂം ഔട്ട് ചെയ്യുക. അതായത് സെന്റർ, നമുക്ക് ഈ വ്യൂ പോർട്ടിൽ ഏത് പോർഷനാണ് നമ്മുടെ വ്യൂ പോർട്ടിന്റെ സെന്റർ ആയിട്ട് വരുന്നത് അവിടേക്ക് ഇപ്പൊ ഇതാണ് കറക്റ്റ് സെന്റർ വരുന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിനനുസരിച്ച് സെന്റർ വരും. ഇനി ഇതാണ് ഈ വരച്ച ടീ പോട്ടാണ് സെന്റർ വരുന്നെങ്കിൽ അവിടെ പോവുക. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പൊ കണ്ട ഈ ടീ പോട്ട് സെന്റർ ആയി. ഇനി ഓർബിറ്റ് ചെയ്യണമെങ്കിൽ ഓർബിറ്റിന്റെ അവിടെ നിന്ന് പ്രസ് ചെയ്തിട്ട് ഓർബിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വാക്ക് ചെയ്യണമെങ്കിൽ കണ്ട അതിന്റെ ഒപ്പം തന്നെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക. കണ്ട വാക്ക് ഔട്ട് ഉണ്ടോ? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ മെല്ലെ വാക്ക് ഔട്ട്. ഈ പുറകോട്ടാണ് പോകണ്ടെങ്കിൽ പുറകോട്ട് പോകാൻ പറ്റും. കണ്ട ഏരെ വന്ന് ഏത് ഡയറക്ഷനാണ് നമുക്ക് നടക്കേണ്ടത് അതിനൊപ്പം ഷിഫ്റ്റ് കീയും കൂടി പ്രസ് ചെയ്ത് അങ്ങനെ നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ നിൽക്കുമ്പോൾ ഒരു ഏരോ വരും. പ്രസ് ചെയ്തിട്ട് കണ്ട കളയാണ്ട് നോക്കുക. അപ്പ് ഡൗൺ, അതിനാണ് ഇത് യൂസ് ചെയ്യുക. പിന്നെ പാൻ യൂസ് ചെയ്യാം. കണ്ട പാൻ യൂസ് ചെയ്യുക. ഓർബിറ്റ്, റിവൈൻഡ് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഓപ്ഷൻസ്. റിവൈൻഡ് ടൂൾ ലാസ്റ്റ് നമ്മൾ ഇതിൽ അധികം ആക്ഷൻസ് ചെയ്തിട്ടില്ല. ഇവിടെ ആണെങ്കിൽ റിവൈൻഡിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ നമുക്ക് കുറെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതാണോ ലാസ്റ്റ് അൺഡു ചെയ്ത ഓപ്ഷൻസിൽ ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുക. പിന്നെ ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യുക. അപ്പൊ അത് ഇവിടെ നിന്ന് എടുക്കുന്നതിന് പകരം വ്യൂസിൽ പോയിട്ടാണ് നമുക്ക് വ്യൂ ക്യൂബിന് തൊട്ട് താഴെ സ്റ്റിയറിംഗ് വീൽസ്, ടോഗിൾ സ്റ്റിയറിംഗ് വീൽസ് ക്ലിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അതിന്റെ എല്ലാ ഫംഗ്ഷനും കൂടി ഒരുമിച്ച് കിട്ടണമെങ്കിൽ ഫുൾ നാവിഗേഷൻ വീലാണ് ടിക്ക് കൊടുക്കേണ്ടത്. അതിന് പകരം വേറെ ഓപ്ഷൻസ് ഉണ്ട്, മിനി വ്യൂ, ഒബ്ജക്റ്റീവ് വ്യൂ. അപ്പൊ വേറെ രീതിയിൽ കിട്ടുക. പക്ഷെ അത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഓൺ ആക്കി കൊടുക്കണം. വ്യൂ സ്റ്റിയറിംഗ് വീൽസ്, ടോഗിൾ സ്റ്റിയറിംഗ് വീൽസ് ഓപ്പൺ ആക്കി കൊടുക്കുക. കണ്ട ഇപ്പോൾ ഓപ്ഷൻ ഇതാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ഇതിൽ എല്ലാ ഓപ്ഷൻസ് ഉണ്ടാവുമെന്ന് വരില്ല. അതേപോലെ തന്നെ വ്യൂസ് ക്യൂബില്, സ്റ്റിയറിംഗ് വീൽസില്, വ്യൂ ഒബ്ജക്റ്റീവ് വീല് കണ്ട ഇതിലും എല്ലാ ഓപ്ഷൻസ് ഇല്ല. സെന്റർ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്രസ് ചെയ്ത ആ ഓപ്ഷൻ സെന്ററിലേക്ക് വരും. പിന്നെ സൂം ചെയ്യാനും റിവൈൻഡ് ചെയ്യാനും. പക്ഷെ എല്ലാ ഓപ്ഷൻസും ഇല്ല. അപ്പൊ അതിൽ ഏതാണോ വേണ്ടത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വ്യൂ ക്യൂബിൽ തന്നെ വ്യൂ സ്റ്റിയറിംഗ് വീൽസിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.